നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് പവർ സീരീസാണ്. പവർ സീരീസ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഇൻഫൈനൈറ്റ് സീരീസിനെ പറ്റിയിട്ടായിരുന്നു. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് പവർ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേറൊരു ടൈപ്പ് അല്ലേ, ആ ഇൻഫൈനൈറ്റ് സീരീസിലെ ഒരു ടൈപ്പാണ് പവർ സീരീസ്. ഓക്കെ, എന്താണ് ഡെഫിനിഷൻ നോക്കാം. ഒരു സീരീസിനെ പവർ സീരീസ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ ആ സീരീസ് ഓഫ് ദി ഫോം, അതിൻ്റെ ഫോം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I = 0 സിഗ്മ I = 1 to infinity AI is a constant AI into x minus x naught raised to I, where x naught is a constant, x is a variable, okay, raised to I. ഈ മോഡലിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ സീരീസ് എന്ന് പറയുന്നത്. അപ്പം ഇതിനെയാണ് പവർ സീരീസ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് എക്സാമ്പിൾ 1 + x + x² + x³ + x raised to 4 + x raised to 5 + etc. plus x raised to n + etc. അതെന്താണ് ഒരു പവർ സീരീസിന് എക്സാമ്പിളാണ്. അവിടെ AI എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ഏതാണ്, 1 ആണ്. അതുപോലെ തന്നെ x0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ഇവിടെ 0 ആണ്, കാരണം x - x0 എന്നുള്ളിടത്ത് x0 ഇല്ല, ഉണ്ടോ, ഇല്ല. അപ്പോൾ 0 ആണ് x0, ആ രീതിയിലാണ്. അപ്പോൾ ഇതാണ് ജനറൽ ഫോം, ആയി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ കൺവേർജൻസിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു പവർ സീരീസിൻ്റെ ടെസ്റ്റുകൾ, 3-4 ടെസ്റ്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ടെസ്റ്റ് റേഷ്യോ ടെസ്റ്റാണ്. പവർ സീരീസിൻ്റെ റേഷ്യോ ടെസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ഒരു സീരീസ് ഉണ്ട്, പവർ സീരീസ് ഉണ്ട്, AI XI. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ x - x0 ഇല്ല അല്ലേ, പക്ഷേ x - x0 ഉള്ള മോഡലിലും ചെക്ക് ചെയ്യാം നമുക്ക്. ഇതേ രീതിയിൽ നമ്മൾ അതും ഇത് പ്രകാരം ചെക്ക് ചെയ്യുന്നതാണ്. അപ്പം സിഗ്മ I = 0 to infinity AI x raised to I be a power series. അങ്ങനെയാണെങ്കിൽ അസ്യൂം ദാറ്റ് ലിമിറ്റ് L = വെരി ഇമ്പോർട്ടൻ്റ് ആണിത്, ഇത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. L = ലിമിറ്റ് I tends to infinity മോഡുലസ് ഓഫ് AI by AI - 1 അല്ലേ. ith ടേമും I - 1th ടേമും തമ്മിലുള്ള റേഷ്യോ L എന്നെടുത്തിട്ടുണ്ട് എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ R = 1/L ആണ് എങ്കിൽ, ഇഫ് L 0 ആണെങ്കിൽ R = 1/L ആണ്. L 0 ആണ് എങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ R = ഇൻഫിനിറ്റി എന്നും നമ്മൾ എടുക്കും. L ഇൻഫിനിറ്റി ആണ് എങ്കിൽ R = എന്തായിരിക്കും, 0 ആയിട്ടും നമ്മൾ എടുക്കും. ഈ R നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കൺവേർജൻറ്റ്. എന്ത്, റേഡിയസ് ഓഫ് കൺവേർജൻറ്റ്. ഈ ആറിനെ നമ്മൾ പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കൺവേർജൻറ്റ്. അത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി കൺവേർജൻസിനെ പറ്റിയിട്ട് പറയുകയാണ്. സീരീസ് അപ്പം കൺവേർജ് ആവും ഇഫ് മോഡുലസ് ഓഫ് x ആണ് കേട്ടോ, അവിടെ ശ്രദ്ധിക്കേണ്ടത് വേറൊന്നുമല്ല. മോഡുലസ് ഓഫ് x <r ആണ് എങ്കിൽ പവർ സീരീസ് എന്തായിരിക്കും, കൺവേർജ് ആയിരിക്കും, അബ്സല്യൂട്ട്ലി കൺവേർജ് ആയിരിക്കും. ഇനി മോഡുലസ് ഓഫ് x > r ആണെങ്കിൽ പവർ സീരീസ് എന്തായിരിക്കും, ഡൈവേർജ് ആയിരിക്കും. അതുപോലെ തന്നെ x = ± r ആണ് എങ്കിൽ പവർ സീരീസ് കൺവേർജൻറ്റോ ഡൈവേർജൻറ്റോ ആണോ എന്നുള്ളത് നമ്മൾ വേറെ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ട് സീരീസിൻ്റെ പവർ സീരീസ് = r ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഫൈനൈറ്റ് സീരീസിൻ്റെ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് റേഷ്യോ, കമ്പാരിസൺ ടെസ്റ്റ്, അങ്ങനെ ഏതെങ്കിലും ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ഈ 3 കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. റേഷ്യോ ടെസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം L = എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് കാണണം, AI by AI - 1ത്തിൻ്റെ ലിമിറ്റ് കാണുക. എന്നിട്ട് അത് R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻ്റ് ആണ്, ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ R = 1/L ആണ്. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ മോഡുലസ് ഓഫ് x <r ആണെങ്കിൽ ആ സീരീസ് എന്താണ്, കൺവേർജൻ്റ് ആണ്. ആ ഭാഗത്ത് <r കൺവേർജൻ്റ് ആണ്, > r എന്താണ്, ഡൈവേർജസ് ആണ്. അതുപോലെ തന്നെ എന്തിനും ±r നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണണം. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളതാണ്. എക്സാമ്പിൾ, ഫോർ വിച്ച് x does I = 0 to infinity I by I + 1 into x raised to I കൺവേർജ് ചെയ്യുന്നോ നോക്കണം. സൊല്യൂഷൻ AI = എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I by I + 1 ആണ് ഇവിടെ XI അല്ലേ, XIൻ്റെ ഒപ്പമുള്ള ആളാണ് AI ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം AI - 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I - ഐൻ്റെ സ്ഥാനത്ത് I - 1 കൊടുത്താൽ മതി. I - 1
ഡിവൈഡഡ് ബൈ ഐ മൈനസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഐ മൈനസ് 1 ബൈ ഐ. ഇനി നമുക്കെന്ത് കാണണം? റേഷ്യോ ടെസ്റ്റ് പ്രകാരം എല്ല് കാണണം. എല്ല് കാണുന്നതിന് എ ഐ ബൈ എ ഐ മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ബൈ ഐ പ്ലസ് 1 അല്ലേ എ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു അല്ലേ റെസിപ്രോക്കൽ എടുക്കണം. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഐ ബൈ ഐ മൈനസ് 1 അല്ലേ വിച്ച് ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ബൈ. ഇനി ഇവിടെ ഐ ഇൻറ്റു അല്ലേ ഇതിൽ നിന്നും ഐ ഇവിടുന്ന് പുറത്തെടുത്തിട്ടുണ്ട് എങ്കിൽ 1 പ്ലസ് 1 ബൈ ഐ എന്ന് വരും. ഇതിൽ നിന്നും ഐ പുറത്തെടുത്തിട്ടുണ്ട് എങ്കിൽ എന്ത് വരും? ഐ ഇൻറ്റു ഐ സ്ക്വയർ ആവും. ഇവിടെ എന്ത് വരും? 1 മൈനസ് 1 ബൈ ഐ എന്ന് വരും. അപ്പം ഐ സ്ക്വയർ ക്യാൻസൽ വിത്ത് ഐ സ്ക്വയർ നമ്മൾക്ക് കിട്ടുക 1 പ്ലസ് 1 ബൈ ഐ ഇൻറ്റു 1 മൈനസ് 1 ബൈ ഐ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടി ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ബൈ എ ഐ മൈനസ് 1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ ഐ ഇൻറ്റു 1 മൈനസ് 1 ബൈ ഐ എന്ന് കിട്ടിക്കഴിഞ്ഞു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം 1 ബൈ ഐ ടെൻസ് ടു 0 ദെൻ യു വിൽ ഗെറ്റ് 1 അല്ലേ 0 അപ്പോൾ 1 ഇൻറ്റു 1 1 ബൈ 1 എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടിക്കഴിഞ്ഞു? എൽ ഈക്വൽ ടു എന്ത് കിട്ടി? 1 ആണ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽ ടു 1 ബൈ എൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പം റേഡിയസ് ഓഫ് കൺവേർജൻ്റ് ഇവിടെ എന്താണ്? 1 ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് ടെസ്റ്റിൽ പറയുന്നുണ്ട്, അതായത് സീരീസ് കൺവേർജ് ചെയ്യപ്പോഴാണ് ലെസ് ദാൻ ആർ ആണെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യും. ദാറ്റ് ഈസ് ഇവിടെ ആർ എന്താണ്? 1 ആണ്. മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 കൺവേർജ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം മോഡുലസ് ഓഫ് 1-നേക്കാട്ടിലും കൂടുതലാണ് എങ്കിൽ മോഡുലസ് ഓഫ് എക്സ് 1-നേക്കാട്ടും വലുതാണെങ്കിൽ ഡൈവേർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡൈവേർജ് ചെയ്യുമെന്ന് കിട്ടി. ഇനി അടുത്തത് മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു, അവിടുത്തെ നമ്മൾ പറഞ്ഞിട്ടില്ല, ലെസ് ദാനും ഗ്രേറ്റർ ദാനും പറഞ്ഞു, ഈക്വൽ ടൂല് പറഞ്ഞിട്ടില്ല. മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് 1-ലും എക്സ് ഈക്വൽ ടു മൈനസ് 1-ലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. എന്ത് എക്സ് ഈക്വൽ ടു 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മളുടെ സീരീസ് എന്തായി മാറും? ലിമിറ്റ് അല്ലേ ഐ ടെൻസ് ഇൻഫിനിറ്റി ഐ ബൈ 1 പ്ലസ് ഐ ഇൻറ്റു എക്സ് ഐ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായി മാറും? ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഐ ബൈ ഐ പ്ലസ് 1 എക്സ് ഐ എന്തായി മാറും? 1 ആയി മാറും അല്ലേ. എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ 1 ബൈ 1 റൈസ് ടു ഐ എന്ന് പറഞ്ഞാൽ ഐ 1. അപ്പോൾ ഇത് കറസ്പോണ്ടിങ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഐ ബൈ ഐയിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക എന്താണ്? 1 ആണ് കിട്ടുക അല്ലേ. അങ്ങനെ 1 കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതിൽ നിന്നും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടി? സീരീസ് ഡൈവേർജസ് ആണ് എക്സിൽ നിന്ന് കിട്ടി. അതുപോലെ തന്നെ എക്സ് മൈനസ് 1-ൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ ഐ എക്സ് ഐനെ നോക്കാം. ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഐ ബൈ ഐ പ്ലസ് 1 ഇൻറ്റു എക്സ് റൈസ് ടു ഐ എന്ത് കൊടുക്കാം? ഐക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ട് എങ്കിൽ മോഡുലസ് നമുക്ക് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഐ ബൈ ഐ പ്ലസ് 1 ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ അല്ലേ, മോഡുലസ് ഓഫ് എക്സ് റൈസ് ടു ഐ. ഇനി എക്സിന് മൈനസ് 1 കൊടുത്താൽ 1 എന്നാണ് മോഡുലസ് ഓഫ് 1. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും? നമുക്ക് ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഐ ബൈ ഐ എന്നെ ക്യാൻസൽ ആവും, 1 എന്നെ കിട്ടും. അങ്ങനെ ആകുമ്പോൾ സീരീസ് എന്താണ്? വീണ്ടും ഡൈവേർജ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? 1-ലും മൈനസ് 1-ലും ഡൈവേർജ് ആണെന്ന് കിട്ടി. അടുത്ത എക്സാമ്പിൾ, determine the radius of convergent. തന്നിട്ടുള്ള സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻറ്റ്, പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻറ്റ് നമുക്ക് കാണണം. ഓക്കെ, സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻറ്റ് കാണണം എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കൺവേർജൻറ്റ് അവിടെ കണ്ടു വെച്ചാൽ പോരാ, കൺവേർജൻറ്റ് എവിടെ കാണുക എന്നൊക്കെ പറയുകയും വേണം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊക്കെ. അപ്പോൾ സൊല്യൂഷൻ കാണുക. എ കെ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കെ റേസ് ടു 5 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 ഫാക്ടോറിയൽ അല്ലേ. അതുപോലെ തന്നെ എ കെ മൈനസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ മൈനസ് 1 അല്ലേ, കെൻ്റെ സ്ഥാനത്ത് കെ മൈനസ് 1 വരും. കെ മൈനസ് 1 റേസ് ടു 5 ഡിവൈഡഡ് ബൈ കെ മൈനസ് 1 പ്ലസ് 1. അപ്പോൾ എന്താണ്? കെ ഫാക്ടോറിയൽ എന്നാവും അല്ലേ. അതായത് കെ മൈനസ് 1 റേസ് ടു 5 ഡിവൈഡഡ് ബൈ കെ ഫാക്ടോറിയൽ. അപ്പോൾ എ കെയും എ കെ മൈനസ് 1-ഉം കിട്ടി. അപ്പം നമുക്ക് എല്ല് കാണാം. എൽ ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് കെ ടെൻസ് ഇൻഫിനിറ്റി എ കെ ബൈ എ കെ മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻസ് ഇൻഫിനിറ്റി കെ റേസ് ടു 5 ബൈ കെ പ്ലസ് 1 ഫാക്ടോറിയൽ. ഇനി എന്താണ്? ഡിവൈഡഡ് ബൈ എ കെ മൈനസ് 1 ആണ്. ദാറ്റ് മീൻസ് റെസിപ്രോക്കൽ എടുത്താൽ മതി എ കെ മൈനസ് 1-ൻ്റെ, അതായത് കെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ കെ മൈനസ് 1 റേസ് ടു 5. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ.
അതായത് ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി കെ റേസ് ടു 5 k-1 റേസ് ടു 5 ഉണ്ട്. അതിന് ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ k/k-1 റേസ് ടു അല്ലെങ്കിൽ ഹോൾ റേസ് ടു 5 ഇൻറ്റു ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് ഇവിടെ കൊടുത്തത് അല്ലേ, k ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ k+1 ഫാക്ടോറിയൽ. ഇനി ഇവിടെ ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി k/k കെനെ പുറത്തെടുത്തിട്ടുണ്ട് എങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വരും, കെൻ്റെ സ്ഥാനത്ത് 1 വരും. ഇവിടെ 1 ആയിരുന്നു, അവിടെ എന്ത് വരും 1/k വരും. അപ്പോൾ കെനെ പുറത്തെടുത്ത് ഹോൾ റേസ് ടു 5 ഇൻറ്റു ലിമിറ്റ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി k ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ k+1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, k+1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ k ഫാക്ടോറിയൽ ഇൻറ്റു k+1 അല്ലേ k ഫാക്ടോറിയൽ ഇൻറ്റു k+1 ആണ്. അപ്പോൾ k ഫാക്ടോറിയൽ ക്യാൻസൽ വിത്ത് k ഫാക്ടോറിയൽ, then you will get limit k tends to infinity 1/1 minus 1/k into whole raised to 5 into limit k tends to infinity 1/k+1. That is limit apply ചെയ്യുമ്പോൾ 1 minus k 1/k എന്താവും 0. that means 1/1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 whole raised to 5 1 into limit k tends to infinity 1/k+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് 0. then you will get 0. ഓക്കെ, ഇനി അതുകൊണ്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് L ഈക്വൽ ടു എന്താണ് 0 കിട്ടി. അതുകൊണ്ട് R എന്തായിരിക്കണം, ഇൻഫിനിറ്റി ആണ്. ദാറ്റ് മീൻസ് ദി റേഡിയസ് ഓഫ് കൺവേർജൻറ്റ് ഈസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നാണ്. ഏത് എക്സിൻ്റെ വാല്യൂ എത്ര എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ കൺവേർജ് ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ദി സീരീസ് കൺവേർജസ് ഫോർ ഓൾ എക്സ്, അതാണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ഫോർ വിച്ച് എക്സ് ഡു ദി ഫോളോയിങ് സീരീസ് കൺവേർജൻറ്റ് I equal to 1 to infinity xi by I. അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻറ്റ് കാരണം അല്ലെങ്കിൽ എവിടെയൊക്കെ കൺവേർജ് ചെയ്യും സീരീസ് എന്നുള്ളത് പറയാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ AI ഈക്വൽ ടു എന്താണ് 1/i ആണ്. AI -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/1i-1 ആണ്. അപ്പം L ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് AI by AI-1 ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/i ഡിവൈഡഡ് ബൈ AI-1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AI-1ൻ്റെ റെസിപ്രോക്കലിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഇൻറ്റു അല്ലേ, ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ I-1/i 1/1 I-1/1. ഓക്കെ, അപ്പം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി I-1/i. ഇനി അതിൽ നിന്നും ഇത് അതിനെ മുകളിൽ നിന്ന് ന്യൂമറേറ്ററിൽ നിന്ന് പുറത്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി I ഇൻറ്റു 1 മൈനസ് 1/i ഡിവൈഡഡ് ബൈ I ക്യാൻസൽ വിത്ത് I, then you will get limit I ടെൻസ് ടു ഇൻഫിനിറ്റി 1 minus 1/i that is equal to I 1/i tends to infinity become 0 because I tends to infinity, therefore you will get 1. അപ്പോൾ ഇത് 0 1/i 0 ആവും. അപ്പോൾ 1 നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് L ഈക്വൽ ടു എന്ത് കിട്ടി 1 ആണെന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ R ഈക്വൽ ടു 1/L ആണ്, അതായത് 1/1 ഈക്വൽ ടു R, ദാറ്റ് ഈസ് R ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് സീരീസിനെ പറ്റി പറയാം. ഫോർ സീരീസ് കൺവേർജ് അല്ലേ, എവിടെ കൺവേർജ് ചെയ്യും, മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 കൺവേർജ് ചെയ്യും. അതുപോലെ തന്നെ ഡൈവേർജ് ചെയ്യും എവിടെ, മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ഡൈവേർജ് ചെയ്യും. ഇനി രണ്ട് സ്ഥലങ്ങളിൽ നോക്കാണ്ട് മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ -1, അതായത് എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു -1 എന്താണെന്ന് സ്ഥിതി നോക്കണം. അതിന് വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു 1 എടുത്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് സീരീസ് ഒന്ന് എഴുതാം. സിഗ്മ I ഈക്വൽ ടു 1 to infinity xi by I, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ I ഈക്വൽ ടു 1 to infinity 1/i. കാരണം xi എന്ന് പറഞ്ഞിട്ട് എക്സ് ഈക്വൽ ടു 1 ആണ്, 1 raised to i എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 തന്നെ, അപ്പോൾ 1/i എന്ന് പറയും. ദാറ്റ് ഈസ് ദി സീരീസ് ഈസ് ഡൈവേർജൻറ്റ് ഹാർമോണിക് സീരീസ് ആണ്. നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്, ഡൈവേർജൻറ്റ് സീരീസാണ്. ഓക്കെ, അടുത്തത് എക്സ് ഈക്വൽ ടു -1. അങ്ങനെ വരുമ്പോൾ സിഗ്മ I ഈക്വൽ ടു 1 to infinity എക്സ് റൈസ് ടു i ഡിവൈഡഡ് ബൈ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ I ഈക്വൽ ടു 1 to infinity എക്സിൻ്റെ സ്ഥാനത്ത് -1 കൊടുക്കുമ്പോൾ -1 റൈസ് ടു i അല്ലേ, ആൾട്ടർനേറ്റിംഗ് ആയിട്ട് -1 1 -1 1 എക്സെട്ര അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇതെന്താണ്, ഒരു ആൾട്ടർനേറ്റിംഗ് സീരീസാണ്. അങ്ങനെയാണെങ്കിൽ ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്താണ്,
ലിമിറ്റ് AI ടെൻസ് ടു 0 പോവുകയാണെങ്കിൽ ആ സീരീസ് കൺവേർജ് ചെയ്യും ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് പ്രകാരം. അത് പ്രകാരം എന്താണിത്? ഇത് കൺവേർജ് ആണെന്ന് കിട്ടി. അപ്പോൾ അടുത്ത എക്സാമ്പിൾ ബി ക്വസ്റ്റ്യന് ഇതുപോലെ തന്നെ നമ്മൾ സീരീസ് കൺവേർജൻ്റ് ആണ് എവിടെ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അങ്ങനത്തെ എക്സുകൾ എവിടെയാണ് ഉള്ളത് നോക്കണം. ഡൈവേർജൻ്റ് എവിടെയാണ് ചെക്ക് ചെയ്യണം. അപ്പോൾ I = 1 to ∞ xi/i², അല്ലേ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് xi/i². അപ്പോൾ സൊല്യൂഷൻ AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/i², AI - 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/1 - i². That is L = limit I tends to infinity modulus of AI/AI - 1. That is limit I tends to infinity. AI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/i² ഇൻറ്റു ഡിവൈഡഡ് ബൈ AI - 1 എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ആണ് ഏതിൻ്റെ AI - 1ൻ്റെ. ദാറ്റ് ഈസ് I - 1² ഡിവൈഡഡ് ബൈ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് I tends to infinity I - 1/i². ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്നും I - 1/1ൽ നിന്നും അതിനെ പുറത്തെടുക്കുക. ദാറ്റ് മീൻസ് ലിമിറ്റ് I tends to infinity I 1 - 1/i ഡിവൈഡഡ് ബൈ i². അപ്പം ക്യാൻസൽ ചെയ്യാൻ പറ്റും. I ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എങ്കിൽ ലിമിറ്റ് I tends to infinity 1 - 1/i². ദാറ്റ് ഈസ് നമുക്ക് എഴുതാൻ പറ്റും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം 1/i tends to 0. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് 1² 1² = 1. L = 1. Therefore R = 1/L. That is 1/1. That is 1. അല്ലേ? അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് ദി സീരീസ് കൺവേർജ് ചെയ്യും. അപ്പം മോഡുലസ് ഓഫ് എക്സ് <1ലും ഡൈവേർജ് ചെയ്യും. അപ്പം മോഡുലസ് ഓഫ് എക്സ് <1ലും. ഇനി നമുക്ക് x1ലും x = -1ലും ചെക്ക് ചെയ്യണം. അതായത് മോഡുലസ് ഓഫ് എക്സ് = 1 ± 1. അതാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? മോഡുലസ് ഓഫ് എക്സ് = 1ൽ ചെക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് x = ± 1. x = 1ൽ എന്താ സ്ഥിതി നോക്കാം. സിഗ്മ I = 1 to ∞. എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? xi എന്ന് x⁻⁰ സ്ഥാനത്ത് 1 എന്ന് പറഞ്ഞാൽ 1നെ 1/i² എന്ന് വരും. ഇവിടെ P സീരീസ് ടെസ്റ്റ്, അല്ലേ? പവർ സീരീസ് ടെസ്റ്റ്, അല്ലേ? സീരീസിൻ്റെ പവർ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് P എന്താണ്? 2 ആണ്. ദാറ്റ് മീൻസ് വിച്ച് ഈസ് >1. therefore സീരീസ് കൺവേർജസ്. അതുപോലെ തന്നെ x = -1 ആണ് എങ്കിലും എന്ത് സംഭവിക്കും? സിഗ്മ I = 1 to ∞. x⁻⁰i എന്ന് പറയുന്നത് -1⁻⁰i ഡിവൈഡഡ് ബൈ i². ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അപ്പം I tends to infinity മോഡുലസ് ഓഫ് AI tends to 0 ആണെങ്കിൽ എന്താണ്? ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ഉപയോഗിക്കാം, അല്ലേ? അത് ഈക്വൽ ടു എന്താവും? -1⁻⁰i മോഡുലസ് കൊടുക്കുമ്പോൾ 1/i². ഇതിന് ലിമിറ്റ് tends to infinity ആകുമ്പോൾ ദാറ്റ് ഈസ് ബിക്കം 0. ഓക്കെ, ഇവിടെ ലിമിറ്റ് I tends to infinity എന്നുണ്ട് കേട്ടോ, അത് വിട്ടുപോയതാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ that becomes 0. So series is converges by alternating series test. Okay, ഇനി അടുത്ത എക്സാമ്പിൾ സിഗ്മ I = 0 to ∞ xi/1 i ഫാക്ടോറിയൽ. അങ്ങനെയാണെങ്കിൽ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അസംഷൻ 1 ആണ്. ഓക്കെ, അത് പ്രത്യേകം ഓർത്തോളൂ. സൊല്യൂഷൻ AI = എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ പവറിനാട് മാറ്റി വെച്ചാൽ 1/i ഫാക്ടോറിയൽ. AI - 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/i - 1 ഫാക്ടോറിയൽ. ദെൻ L കാണാം. L = ലിമിറ്റ് I tends to infinity മോഡുലസ് ഓഫ് 1/i ഫാക്ടോറിയൽ ഇൻറ്റു I - അല്ലേ? എന്ത് ചെയ്യും? റെസിപ്രോക്കൽ ആണ് വരിക. I - 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് I tends to infinity I - 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ I ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് I tends to, ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിമിറ്റ് I tends to infinity I - 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ I ഫാക്ടോറിയൽ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. I - ഫാക്ടോറിയൽ ഇൻറ്റു I എന്ന് എഴുതാൻ പറ്റും, അല്ലേ? അതായത് I - 1 ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുക ലിമിറ്റ് I tends to infinity 1/i ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഫോർ ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്ത് കിട്ടും? ഇത് അപ്ലൈ ചെയ്യാം. L = നമുക്ക് എന്താണ്? 0 ആണ്. സോറി, ആൾട്ടർനേറ്റിംഗ് സീരീസ് അല്ല. L = എന്താണ്? 0 ആണ്. ദാറ്റ് മീൻസ് R = എന്തായിരിക്കണം? അസംഷൻ എന്താണ്? R = റേഡിയസ് ഓഫ് കൺവേർജൻറ്റ്. L 0 ആണെങ്കിൽ ഇൻഫിനിറ്റി ആണ് റേഡിയസ് ഓഫ് കൺവേർജൻറ്റ്. അപ്പോൾ R = ഇൻഫിനിറ്റി എന്ന് കിട്ടി. അപ്പോൾ മോഡുലസ് ഓഫ് x <∞. അപ്പം എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. എവിടെ കൺവേർജ് ചെയ്യും? എല്ലാ എക്സിനും ആര് കൺവേർജ് ചെയ്യും?
സീരീസ് കൺവേർട്ട് ചെയ്യുന്നു പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിൾ. ഫോർ വിച്ച് എക്സ് ഡസ് ദിസ് സീരീസ് സിഗ്മ n equal to 0 to infinity 4 raised to n divided by root of 2n plus 5 into x plus 5 raised to n convert. സൊല്യൂഷന് എ എൻ കാണണം. എ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കേണ്ടത് എന്താണ്, എക്സ് നോട്ട് തന്നിട്ടുണ്ട്, -5 ആണ് എക്സ് നോട്ട് എന്നുള്ളത് ഇവിടുന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മളതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല, അത് എക്സിൻ്റെ ടേം ആക്കിയിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക. എക്സ് പ്ലസ് 5നെ എക്സ് ആക്കിയിട്ട് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എ എൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 raised to n by root 2n plus 5. അപ്പം എ എൻ -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 raised to n minus 1 by root 2n minus 1 plus 5. ഇത് എന്ന് പറയുന്നത് 2n plus 3 എന്നും പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് നമ്മൾ L കാണണം. ലിമിറ്റ് n tends to infinity a n by a n minus 1 equal to ലിമിറ്റ് n tends to infinity for a n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 raised to n by root 2n plus 5 ഇൻറ്റു എ എൻ -1ൻ്റെ റെസിപ്രോക്കലാണ് വരിക, അതായത് റൂട്ട് 2n minus 1 plus 5 ഡിവൈഡഡ് ബൈ 4 raised to n minus 1. ദാറ്റ് ഈസ് ലിമിറ്റ് n tends to infinity 4 raised to n നമുക്ക് മാറ്റി എഴുതാം 4 into 4 raised to n minus 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2n plus 5. ഇവിടെ 2n -2 plus 5 എന്ന് പറയുമ്പോൾ 2n plus 3 ഡിവൈഡഡ് ബൈ 4 raised to n minus 1. അപ്പോൾ ഇതിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 4 raised to n minus 1 ക്യാൻസൽ വിത്ത് 4 raised to n minus 1, then you will get limit n tends to infinity modulus of 4 into root of 2n plus 3 divided by root of 2n plus 5. ഇത് മൊത്തത്തിൽ ഒരു റൂട്ട് ആക്കിയാൽ മതി. അപ്പോൾ ലിമിറ്റ് n tends to infinity modulus of 4 into root of n-നെ ഞാൻ പുറത്തെടുക്കുകയാണ്. n-നെ പുറത്തെടുത്തിട്ടുണ്ട് എങ്കിൽ 2 പ്ലസ് അല്ലേ 2n നിന്ന് n-നെ പുറത്തെടുത്തു. അപ്പോൾ 2 പ്ലസ് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അടുത്ത് എന്താ കിട്ടുന്നത് 2 പ്ലസ് 3/n. ഇവിടുന്നും 2നെ n-നെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ 2 പ്ലസ് 5/n. ഇനി നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം അല്ലേ, n ക്യാൻസൽ ചെയ്യാം. ദെൻ യു വിൽ ഗെറ്റ് ലിമിറ്റ് n tends to infinity 4 into root of 2 plus 3/n divided by 2 plus 5/n. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 0 0, ദെൻ 2/2 റൂട്ട് ഓഫ് 2/2 എന്നാണ് കിട്ടുക. ദാറ്റ് ഈസ് 4 into റൂട്ട് ഓഫ് 2/2. 2/2 ഈസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും 4 into 1 ഈക്വൽ ടു 4. ഓക്കെ, മൈനസ് പ്ലസ് ഓർ മൈനസ് 4 എന്ന് എടുക്കില്ല, ഇവിടെ മോഡുലസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ 4. അപ്പോൾ L ഈക്വൽ ടു എന്ത് കിട്ടി 1/L, സോറി R ഈക്വൽ ടു L ഈക്വൽ ടു 4 എന്ന് കിട്ടി. ദെൻ R ഈക്വൽ ടു 1/L, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സീരീസ് എവിടെ കൺവേർട്ട് ചെയ്യുമെന്ന് പറയാം. മോഡുലസ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് x plus 5 ആണ്. അപ്പോൾ മോഡുലസ് ഓഫ് x plus 5 ലെസ് ദാൻ 1/4 എന്ത് ഈ സീരീസ് കൺവേർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഡൈവേർജ് ചെയ്യുമ്പോൾ ഇവിടെ മോഡുലസ് ഓഫ് x plus 5 ഗ്രേറ്റർ ദാൻ 1/4 സീരീസ് ഡൈവേർജും ചെയ്യും. ഇനി നമുക്ക് മോഡുലസ് ഓഫ് x plus 5 എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് മൈനസും പ്ലസും ഉള്ളതുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് x plus 5 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1. അതിൽ ഒന്നാമത്തെ കണ്ടീഷന് x plus 5 ഈക്വൽ ടു 1/4. x plus 5 ഈക്വൽ ടു 1/4 എന്ത് സംഭവിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, x ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും 1/4 minus 5, ദാറ്റ് ഈസ് ഈക്വൽ ടു -4 3/4 അതായത് 4/4 അല്ലേ, -4/4. അപ്പം അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. എക്സിന് സീരീസിൽ കൊടുത്തിട്ട് സിഗ്മ n equal to 0 to infinity 4 raised to n by root of 2n plus 5 into x plus 5 raised to n equal to നമുക്ക് സീരീസിൽ അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് -4 3/4 കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ 4 3/4 കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളത് 4 raised to n divided by root of n 2n plus 5 വരും ഇൻറ്റു ഇവിടെ -4 4/4 പോകുന്നുണ്ട്. 5 നിന്ന് 4/4 പോയാൽ ഗാല ഉണ്ടാവുള്ളൂ, അതായത് 1/4 അല്ലേ, 1/4 raised to n അല്ലേ. അപ്പം നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടി അല്ലേ. ഇവിടെ നോക്കുക 1/4 raised to n, ഇവിടെ 4 raised to n ക്യാൻസൽ വിത്ത് 1/4 raised to n. therefore you will get sigma n equal to 0 to infinity 1/root n plus 5. ലിമിറ്റ് bn ഈക്വൽ ടു ഞാൻ എന്ത് ചെയ്തു, bn ഈക്വൽ ടു
എന്താക്കിയെടുത്തു, സീരീസിനെ എടുത്തു, അതായത് 1/√n+5. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/√2n, ദാറ്റ് ഈസ് CN എന്ന് പറയുന്ന സീരീസ് ആക്കിയെടുത്തു. ഇനി കമ്പാരിസൺ ടെസ്റ്റ് ആണ് നടത്താൻ പോകുന്നത്. ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇവിടെ കമ്പാരിസൺ ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇത് കൺവേർജൻ്റ്, CN കൺവേർജ് ആണെങ്കിൽ ഇതും കൺവേർജ് ആണ്, ഇത് ഡൈവേർജ് ആണെങ്കിൽ ഇതും ഡൈവേർജ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇത് കൺവേർജ് ആണോ നോക്കുകയാണ്. അപ്പോൾ ഇത് കൺവേർജ് ആണോ നോക്കാൻ ചെക്ക് ചെയ്യാണ്. n = 10∞ റേഷ്യോ ടെസ്റ്റ് എടുത്താണ്. CN+1 ഡിവൈഡഡ് ബൈ CN ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് 1/2√2n+1 ഇൻറ്റു റെസിപ്രോക്കൽ CNൻ്റെ റെസിപ്രോക്കൽ വരും 1√2/n. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് റൂട്ട് മൊത്തത്തിൽ കൊടുക്കാം 2n ഡിവൈഡഡ് ബൈ 2n+1. 2 ക്യാൻസൽ, ദെൻ യു വിൽ ഗെറ്റ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n/n+1. n+1ൽ നിന്നും n-നെ പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ 1+1/n. Therefore n cancel with n, then you will get limit n tends to infinity root of 1/1+1/n. n അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക 1 ആണ്. ദാറ്റ് ഈസ് റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം CN ഡൈവേർജ് ആണ്, അതുകൊണ്ട് BN-ഉം ഡൈവേർജ് ആയിരിക്കും. ഓക്കെ, ബൈ ദി കമ്പാരിസൺ ടെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്തത് if x+5 = 1/-1/4 ആണെങ്കിൽ, ദാറ്റ് ഈസ് x ഈക്വൽ ടു എന്താണ്, -1/4 -5, ദാറ്റ് ഈസ് -5 1/4, ദാറ്റ് ഈസ് 5.25 അല്ലേ, -5.25 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ എന്ത് സംഭവിക്കും, അതായത് സീരീസ് സിഗ്മ n = 0 to infinity 4n ഡിവൈഡഡ് ബൈ √2n+5 into x plus 5n, which is equal to n = 0 to infinity 4n ഡിവൈഡഡ് ബൈ √2n+5 into എക്സിൻ്റെ സ്ഥാനത്ത് -5 1/4 പ്ലസ് 5n എന്ന് കൊടുക്കാം. അപ്പോൾ 5 -1/4 ആണ് ഇവിടെ വരിക, കാരണം 5.25 അല്ലേ 5 നിന്നും പോയിട്ടുണ്ടെങ്കിൽ -1/4 5 ഉണ്ടാവും, -4 ദാറ്റ് ഈസ് സിഗ്മ n = 0 to infinity 4n √2n+5 into -1/4n. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 4n ക്യാൻസൽ വിത്ത് ബൈ ഡിവൈഡഡ് ബൈ 4n, അപ്പോൾ ക്യാൻസൽ. അപ്പോൾ നമുക്ക് ഉണ്ടാകുക ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് n = 0 to infinity -1n ഡിവൈഡഡ് ബൈ √2n+5. ഇനി നമുക്ക് സീക്വൻസ് ആക്കി എടുക്കുക. ഒരു സീരീസിൽ നിന്നും ടേം dn = -1n √2n+1 ഈ സീരീസിനെ എടുത്തു. ഇതെന്താണ്, ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് അല്ലേ, ഇത് ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് ഇവിടെ. ഓക്കെ, ഇത് തെറ്റിപ്പോയതാട്ടോ, ഇത് മുകളിലേക്കാണ് വരിക. ഓക്കെ, അപ്പം ആൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആൾട്ടർനേറ്റിംഗ് സീരീസ് ടെസ്റ്റ് ചെക്ക് ചെയ്താൽ n = 0 to dn എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 മോഡുലസ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് അപ്ലൈ ചെയ്യണം, ലിമിറ്റ് ഇവിടെ പോയതാണ്. അപ്പം മോഡുലസ് ഒന്ന് പുറത്ത് -1n പുറത്തെടുത്തിട്ടുണ്ടെങ്കിൽ 1n ആണ് വരിക. അപ്പോൾ 1/√2n ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, therefore the series കൺവേർജ് ചെയ്യും, ഈ സീരീസ് കൺവേർജ് ചെയ്യും. അതുകൊണ്ട് ഓക്കെ, ഈ സീരീസ് കൺവേർജ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടി, എവിടെയൊക്കെ കൺവേർജ് ചെയ്യും, അവിടെയൊക്കെ കൺവേർജ് ചെയ്തിട്ടില്ല എന്ന് കിട്ടി. ഇനി ഹോംവർക്കാണ്. ഹോംവർക്കിൽ നമ്മൾ ആദ്യത്തത് എക്സ് ഡു ദി സീരീസ് കൺവേർജ് ചെയ്യോ ഇല്ല എന്നുള്ളത് പറയാനാണ്. എവിടെയൊക്കെ കൺവേർജ് ചെയ്യും, എവിടെയൊക്കെ കൺവേർജ് ചെയ്യില്ല എന്ന് പറയാനാണ്. ഏതന്നെ സെയിം ടെസ്റ്റ് തന്നെ അല്ലേ. അതായത് ഇവിടെ AI = എന്താണ് 2/i+1 എന്ന് എടുക്കണം xi അല്ലേ. അപ്പോൾ നമുക്ക് അതുപോലെ AI -1 എന്നുള്ളിടത്ത് 2/i-1+1 അതായത് i എന്ന് കിട്ടും, 2/i എന്ന് കിട്ടും. കാണുക, അപ്ലൈ ചെയ്യുക, ചെയ്യാം. അതുപോലെ ഇവിടെ AI = 2i+1 എന്നാണ് ഉണ്ടാവുക. AI -1 കൊടുക്കുക, റെസിപ്രോക്കൽ കാണുക, ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തത് an = 3n² എന്നാണ്. xn എടുക്കാൻ പാടില്ല, 3n² ആണ് an. an -1 എന്ന് പറഞ്ഞാൽ 3/n-1² എന്നാണ്. ഓക്കെ, ഫൈൻഡ് ദി റേഡിയസ് ഓഫ് കൺവേർജൻറ്റ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക, എല്ലായിടത്തും ചെക്ക് ചെയ്യുക, റേഡിയസ് ഓഫ് കൺവേർജൻറ്റൊക്കെ ചെക്ക് ചെയ്യുക. ഫൈൻഡ് ദി റേഡിയസ് ഓഫ് കൺവേർജൻറ്റ്.
കൺവേർജൻറ്റ് റേഡിയസ് ഓഫ് കൺവേർജൻറ്റ് കാണാനും എന്നിട്ട് സീരീസ് എവിടെയൊക്കെ കൺവേർജൻ്റ് ആണ് കൺവേർജൻ്റ് അല്ല എന്ന് ചെക്ക് ചെയ്യും വേണം കേട്ടോ. കാരണം അതുകൂടി ഇതിൽ പെട്ടതാണ്. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഇത് രണ്ടും സെയിം ആണോ എന്ന് വെച്ചാൽ സെയിം തന്നെയാണ്, എന്തിനും സെയിം തന്നെയാണ്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ ഇതെന്താണ്? സിഗ്മ n ഈക്വൽ ടു അല്ലെങ്കിൽ i ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എന്തെന്നാ വരിക? 1/n ഫാക്ടോറിയൽ അല്ലെങ്കിൽ 1/i ഫാക്ടോറിയൽ ഇൻറ്റു xi ആ മോഡലാണിത്. അപ്പോൾ ai എന്താണ് വരിക? 1/i ഫാക്ടോറിയൽ ആണ് വരിക കേട്ടോ. ചെക്ക് ചെയ്യാം. അതുപോലെ അടുത്തത് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ എക്സ് ക്യൂബിൻ്റെ വരുന്നത് നമുക്ക് 3 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 6 ഫാക്ടോറിയൽ എക്സ് ക്യൂബ്. ഇതെന്തെന്നാ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ an ഈക്വൽ ടു an ഏത് രീതിയിലയച്ചാൽ an ഈക്വൽ ടു എന്താണ്? i ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2i ഫാക്ടോറിയൽ ആണ് വരുന്നത് കേട്ടോ. i ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2i ഫാക്ടോറിയൽ. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. i ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2i ഫാക്ടോറിയൽ ai വരുന്ന ചെക്ക് ചെയ്യുക. റേഡിയസ് ഓഫ് കൺവേർജൻ്റ് കാണാം. ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. ഓക്കെ, വേറെ ഓക്കെ, താങ്ക് യു വെരി മച്ച്.